എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരാൾ വന്നപ്പോൾ ആളിനെ ഞാൻ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാനൊരു പ്രണയത്തിലാണ്. എനിക്കും ഉണ്ട് പ്രണയം. എനിക്ക് ആദ്യം എന്റെ പ്രണയം എന്നെ ആദ്യമായി എനിക്ക് പ്രണയം തോന്നിയത് എൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും തന്നെയാണ്. എൻ്റെ അമ്മയോടും എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ എല്ലാവരോടും ഭയങ്കര ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു. പ്രണയം എന്ന് പറയുമ്പോൾ ഇഷ്ടം എല്ലാ രീതിയിലും വരാമല്ലോ. അപ്പോൾ അങ്ങനെ സ്നേഹിച്ച് വരുന്നതിനിടയിലാണ് എനിക്ക് അവരെയൊക്കെ നഷ്ടപ്പെടുകയും അവിടെ നിന്ന് മാറി എൻ്റെ സ്വത്വത്തിന് വേണ്ടി ജീവിക്കാൻ മാറുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ മാറി ജീവിക്കുന്നു. അപ്പോൾ കുറച്ച് സ്നേഹം, ഇത്തിരി സ്നേഹം എവിടെ നിന്ന് കിട്ടുന്നു, ആ സ്നേഹമുള്ള സ്ഥലത്തേക്ക് പോകാൻ ഒന്ന് ആഗ്രഹിക്കും. എല്ലാവരും ആഗ്രഹിക്കില്ലേ? എല്ലാവരും ആഗ്രഹിക്കും. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ചേർത്ത് പിടിച്ചതും എൻ്റെ കമ്മ്യൂണിറ്റിയാണ്. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര്, പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ നന്നായി ചേർത്ത് പിടിച്ചു, കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ സ്വത്വവാദിയെ തിരിച്ചറിഞ്ഞ് ഞാനൊരു പെൺകുട്ടിയായിട്ട് ജീവിക്കുമെങ്കിൽ അതൊരു പെൺകുട്ടിയായി മാറണം. മനസ്സുകൊണ്ട് മാത്രം പെൺകുട്ടിയായിരുന്നാൽ പിന്നെ ശരീരം കൊണ്ടും പെൺകുട്ടിയാകണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പെൺകുട്ടിയായി ഞാൻ പെൺകുട്ടിയാകാൻ അമൃത ഹോസ്പിറ്റലിൽ പോവുകയും സർജറി കഴിയുകയും നല്ല രീതിയിൽ ഒരു പൂർണ്ണമായ പെൺകുട്ടിയായി മാറുവാനുള്ള എല്ലാ സർജറിയും കഴിഞ്ഞു. ആ പ്രണയം, കമ്മ്യൂണിറ്റിയോടുള്ള ഒരു സ്നേഹവും ഇഷ്ടവും പ്രണയവും അങ്ങനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോ യഥാർത്ഥത്തിലുള്ള പ്രണയം എന്ന് പറയാൻ, പ്രണയിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ആൾക്കാരോട് ഇഷ്ടം തോന്നാം, പ്രണയം തോന്നാം. എല്ലാവർക്കും ഇഷ്ടങ്ങൾ ഉണ്ടാവാം. ആ ഇഷ്ടത്തിന് എത്രത്തോളം ആയുസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊക്കെ മനസ്സിലാക്കാനും എന്നിൽ എന്താണ് കുറവുകൾ, ആ കുറവുകളെയൊക്കെ മനസ്സിലാക്കി എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരാൾ വന്നപ്പോൾ ആളിനെ ഞാൻ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാനൊരു പ്രണയത്തിലാണ്. പ്രണയം എന്ന് പറയുന്നതിലുപരി ആളെന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ മനസ്സിലാക്കി എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ആളുടനെ കൂടെ ചേരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഉടൻ തന്നെ. എന്തായാലും ഇപ്പോൾ ഞാൻ കരഞ്ഞാൽ കൂടെ കരയാൻ ഒരാളുണ്ട്, ഞാൻ വിഷമിച്ചാൽ വിഷമിക്കാൻ ഒരാളുണ്ട്, ഞാൻ സന്തോഷിച്ചാൽ സന്തോഷിക്കാൻ ഒരാളുണ്ട്. എല്ലാത്തിനും അതിലുപരി എൻ്റെ ഫാമിലിയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പമുള്ള സന്തോഷവും കൂടെ കൂട്ടായ്മയോടുകൂടി ആൾക്കാർ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും, ആൾക്കാർ എത്രത്തോളം എന്തൊക്കെ എന്ന് പറഞ്ഞിരുന്നാലും നമുക്ക് നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ ബന്ധുക്കളെയും ഒക്കെ ചേർത്ത് പിടിക്കാനുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഓടിയെത്തും അവരുടെ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനെന്നറിയാമോ? അവരുടെയൊക്കെ ഒരിത്തിരി സ്നേഹം അതെനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. ഇനി അവര് മാറി നിന്നിട്ട് സ്നേഹിക്കുന്നില്ലയോ, സ്നേഹം ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ അപ്പൊ തന്നെ ഒരു സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹത്തിന് തന്നെ വലിയൊരു ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിക്കണം. ഇനി വരുന്ന അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും എല്ലാവർക്കും അതൊരു മാതൃകയായി മാറാനും കഴിയണം. എന്നെ പോലെയുള്ള എനിക്ക് മുന്നേ വന്ന ഒരുപാട് കമ്മ്യൂണിറ്റീസ്, അവരെയൊക്കെ കണ്ട് ഞാനും പഠിച്ചു വന്നതാണ്. അവരൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, എനിക്ക് മുന്നേ വന്ന കമ്മ്യൂണിറ്റീസ് ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ചെന്നുപെട്ട് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പണ്ട് ഒളിച്ചു നടന്ന് പോലീസിന്റെയൊക്കെ അടിയൊക്കെ കൊണ്ട് ഡ്രസ്സ് ഇടാൻ പോലും പറ്റാതെ മാറി ഒറ്റയ്ക്ക് ചെന്ന് ഡ്രസ്സിട്ട്, ഒളിച്ചു നിന്ന് ഡ്രസ്സിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വന്ന സമയങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. കല്ലെറികളും അടിയും ഒരുപാട് മാർച്ചൊക്കെ നടത്തിയാണ് ഈ ഒരു അമ്മയെ പോലും നിൽക്കുമ്പോൾ അവരെ ഞാൻ ഓർമ്മിക്കുന്നു, അവരെ ഞാൻ എപ്പോഴും ചേർത്ത് പിടിക്കുന്നു. ആ ഓരോ ആൾക്കാരെയും ഞാൻ ചേർത്ത് പിടിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നത്. അവരുടെയൊക്കെ ഒരു ഒത്തൊരുമയോടുള്ള ആ പോരാട്ടമാണ്. ഇപ്പോഴും പോരാടുകയാണ്. ആ പോരാടുന്നവരുടെ കൂടെ അമ്മയെയും ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഇനിയും പോരാടണം. ഈ സമൂഹത്തില് ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് നല്ല രീതിയിൽ ഒരു ആണെന്നും ഒരു പെണ്ണെന്നും ജീവിക്കുന്നത് പോലെ ഒരു ട്രാൻസ്ജെൻഡറിനും എല്ലാ രീതിയിലും എല്ലാ റൈറ്റോടു കൂടിയും ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെ നേടാൻ കഴിഞ്ഞിട്ടില്ല, ആ നേടാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി നേടിയെടുക്കാൻ തന്നെ ശ്രമിക്കും. അതിന് അമ്മയെ കൂടെ എല്ലാവരുടെ കൂടെ ഉണ്ടാകുമെന്നും ഇനി അമ്മയുടെ കൂടെ വേറെയും കുറെ ആൾക്കാരെയും കൂടി ചേർത്ത് പിടിക്കാനും പറ്റുമെന്ന വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. താങ്ക്